الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم استجيبوا لربكم من قبل أن يأتي يوم لا مرده من الله ما لكم من ملجأ يومئذ وما لكم من نكير ما لكم من ملجأ يومئذ وما لكم من نكير. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്ത്രീകൾ എന്ന കാര്യത്തിൽ നമുക്കാർക്കും പ്രത്യേകിച്ചൊരു അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക്, ഒരു സമൂഹത്തിൻ്റെ നല്ല നിലക്കുള്ള മുന്നോട്ട് പോക്കിന് സ്ത്രീയുടെ പങ്ക് വളരെ വലുതാണ്. ആ ഒരു പങ്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയേണ്ടതുണ്ട്. എന്നാൽ പ്രധാനമായും ഊന്നേണ്ടത് ഒരു ഉമ്മയാകേണ്ട സ്ത്രീ എന്നുള്ള നിലക്ക് ആ ഉമ്മമാർ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നിടത്ത് അവർക്ക് കാണിക്കേണ്ട മാതൃകകൾ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ തുടക്കം മുതൽ അത് വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളും അതിനെ പരിപാലിക്കുന്നതിൽ ആദ്യത്തെ നിലക്ക്, ആദ്യത്തെ അധ്യാപിക എന്നുള്ള നിലക്കും ശിക്ഷണത്തിൻ്റെ വലിയ കുറേ പാഠങ്ങൾ നൽകുന്ന ഒരു വലിയ സ്ഥാനം വഹിക്കുന്ന ആൾ എന്നുള്ള നിലക്കുമൊക്കെ തന്നെ ഒരു ഉമ്മ എന്നുള്ള നിലക്ക് സ്ത്രീക്കുള്ള പങ്ക് അത് വളരെ വലുതാണ്. കാരണം സ്ത്രീകളാണ്, അവരുടെ മടിത്തട്ടിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അവരുടെ സ്തന്യമാണ് കുഞ്ഞുങ്ങൾ കുടിച്ച്, അവരുടെ സംസാരമാണ് ഏറ്റവും ആദ്യം കേൾക്കുന്നത്. അപ്പോ സ്വഭാവത്തിന്റെ സംസ്കരണത്തിന്റെ ഭാഗത്ത്, സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന ഭാഗത്ത് ഈ ഉമ്മക്ക് മക്കളുടെ കാര്യത്തിൽ വളരെ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയത്തെ ഒരുപാട് തലങ്ങളിലൂടെ നോക്കിക്കാണുന്നിടത്ത്
നമുക്ക് ഇന്ന് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ, അന്നത്തെ സ്വഹാബ വനിതകളുടെ അവരുടെ മാതൃക ഏതാണ് എന്നുള്ളത് അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അടിസ്ഥാന വിഷയത്തെയാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതില് ബഹുമാന്യരായ നമ്മുടെ മുൻകാല നേതാക്കന്മാർ അല്ലെങ്കിൽ മുൻഗാമികൾ, ആ മുൻഗാമികളിൽ നമ്മുടെ വനിതകൾ, ഉമ്മമാർ, സ്വഹാബ വനിതകൾ, ആ സ്വഹാബ വനിതകളുടെ കാര്യത്തിൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്നിടത്ത് അവർ പാലിച്ചിട്ടുള്ള മാതൃക, ആ മാതൃക മക്കളെ പരിപാലിക്കുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളിലും അവർ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മാതൃകകളിൽ നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിന് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് എടുത്തു പറയാവുന്ന കുറേയേറെ മാതൃകകളുണ്ട്. ഉദാഹരണമായി പരിശുദ്ധ ഖുർആൻ ഹിജാബ് നിർബന്ധമാക്കിയ ഒരു ഘട്ടം, ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിന്ന് അവർ തുടർന്നു പോരുന്ന ഒരു രീതിയിൽ ആദ്യം വിശ്വാസപരമായ മാതൃകകൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും അതിൽ പാലിക്കേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ വനിതകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായി. അവർ ശിർക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും രാജിവെച്ചു. ശിർക്കൻ വിശ്വാസങ്ങൾ മാറ്റി സ്വഭാവങ്ങൾ ഇസ്ലാമിൻ്റെതായി കൊണ്ടുവന്നു. അങ്ങനെ സംസ്കാര രംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സഖാഫത്ത് എന്ത് എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ വസ്ത്രധാരണ മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതിൽ ഉദാഹരിച്ചു പറയാനുള്ള ഒന്ന് സൂറത്തു നൂറിലെ 31-ാമത്തെ ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു അവരോട് പറഞ്ഞു, വൽ യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടങ്ങളിലേക്ക് അവരുടെ മുഖമക്കനകൾ താഴ്ത്തിയിടണം എന്നുള്ളതാണ് ആയത്തിന്റെ അർത്ഥം. ഈ ഒരു കൽപ്പന അല്ലാഹു കൽപ്പിച്ചതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം കൽപ്പിച്ചപ്പോ, ആ വിഷയത്തിൽ ആയത്തിറങ്ങിയപ്പോ അവർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ മാറ്റം എന്തിനിവിടെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്ന കൽപ്പനകളെ ഏറ്റെടുത്തുകൊണ്ട് മാതൃകാപരമായി ജീവിക്കുന്നിടത്ത് മുൻഗാമികളായ സ്ത്രീകൾ എത്ര വലിയ മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നു എന്ന് മനസ്സിലാക്കാനാണ്. അങ്ങനെ നോക്കുമ്പോ ഹദീസിൽ കാണാം, ഈ ആയത്ത് അവതരിപ്പിച്ച സമയത്ത് ഉടനെ ഈ ആയത്ത് കേട്ട സ്വഹാബ വനിതകളിൽ ഉണ്ടായ മാറ്റം, ഷഖഖ്ന മുറൂത്തഹുന്ന ഫഖ്തമിർനഹുന്ന ഫഖ്തമിർന ബിഹാ എന്നാണ്. ഫഖ്തമിർന ബിഹാ എന്ന് അവർ അവരുടെ മുറൂത്തുകൾ, മുറൂത്ത് എന്ന് പറഞ്ഞാൽ ഇസാർ എന്നാണ് അർത്ഥം. അവർ ധരിച്ചിട്ടുള്ള തുണിയിൽ നിന്ന് മാറിടം മറക്കാൻ ആവശ്യമായിട്ടുള്ള, തലമുടി മറക്കാൻ ആവശ്യമായിട്ടുള്ള ഭാഗം തൂങ്ങി നിൽക്കുന്നിടത്ത് അധികമായിടത്ത് നിന്ന് കീറിയെടുത്തിട്ട് അവർ മുഖമക്കനകളാക്കി ധരിക്കുന്നു. ആ മുഖമക്കനകൾ അവരുടെ മാറിടങ്ങളിലേക്ക് അവർ താഴ്ത്തിയിടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ആയത്തിന്റെ ഭാഗം കേട്ട മാത്രയിൽ തങ്ങൾക്കുണ്ടാകേണ്ട മാറ്റം തങ്ങളുടെ റബ്ബ് പറഞ്ഞതാണ് എന്ന് അവർക്ക് തീരുമാനിക്കാനാകുന്നു. ആ തീരുമാനം കേട്ട ഉടനെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മാതൃക. ആ മാതൃക നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോൾ ആ സ്വഹാബികളിൽ കാണുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹാദഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ജിൽബാബുമായി ബന്ധപ്പെട്ട ആയത്ത് അവതരിപ്പിക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ലമാ നസലത്ത് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നുള്ള ആയത്തിന്റെ ഭാഗം ആ ആയത്ത് ഇങ്ങോട്ട് അവതരിപ്പിച്ചു. ആ ആയത്തിന്റെ ഭാഗം അവർ കേൾക്കുകയാണ്. അവരുടെ ജിൽബാബുകൾ അവരിലേക്ക്, അവരുടെ ശരീരഭാഗം മറക്കുന്നതിലേക്ക് അവർ താഴ്ത്തിയിടണം എന്നാണ്. അതായത് തഫ്സീറിൽ കാണാം, മാറിടങ്ങൾ മറക്കുന്ന രീതിയിൽ ജിൽബാബുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആയത്തിറങ്ങുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖറജ നിസാഉൽ അൻസാർ, ഈ ആയത്ത് കേട്ടവരായ അൻസാരി സ്ത്രീകൾ പിന്നീട് പുറത്തിറങ്ങുന്നത്, ആയത്ത് കേട്ട മാത്രയിൽ പിന്നീട് പുറത്തിറങ്ങുമ്പോ കഅന്ന അലാ റൂസിഹിന്നൽ ഗിർബാനു അലൽ അക്സിയ, അവരുടെ തലകളിൽ എന്തോ തലകളിൽ ഈ കാക്കകൾ ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്കൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്, അതുപോലെയാണ് പുറത്തു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അവര് ഉടനെ തന്നെ
ഈ തലമുടി മറക്കുന്ന രീതിയിൽ അവർക്കുള്ള വസ്ത്രങ്ങൾ ഒരു കറുത്ത വസ്ത്രത്തിലേക്കായിരിക്കും. അത് പ്രത്യേക സുന്നത്തായിട്ട് പഠിപ്പിച്ചൊന്നുമല്ല, പക്ഷെ അവർക്കുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു. അവരെന്ത് ചെയ്തു? ആ വസ്ത്രങ്ങൾ തലമുടി മറക്കുന്ന രീതിയിലേക്ക് അവർ മാറ്റിയിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവർ ധരിക്കുന്നു. ആയത്ത് കേട്ടപ്പോൾ തന്നെയും അവർക്കുണ്ടാകുന്ന ഒരു മാതൃക സൃഷ്ടിച്ചതാണ് കാണുന്നത്, മാറ്റമാണ് കാണുന്നത്. ഇങ്ങനെ ഒരു മാറ്റം സൃഷ്ടിക്കുന്ന വിഷയത്തിൽ സ്വഹാബ വനിതകൾ അത്രമേൽ വലിയ മാതൃകകൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ മറ്റൊന്ന് നോക്കൂ. ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളിൽ സ്ത്രീകൾക്കുണ്ടായ സാന്നിധ്യം പറയുന്ന ധാരാളമായ ഹദീസുകൾ കാണാൻ സാധിക്കും. അതിൽ ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സാധിക്കും ഫജ്ർ നമസ്കാരത്തിന് പോലും പള്ളിയിലേക്ക് വരെ സ്ത്രീകളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരം അവിടുത്തെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കും. ആ നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഫയഷ്ഹദു മഅഹു നിസാഉം മിനൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി അവർ സാക്ഷികളാകും. ആ പള്ളികളിലേക്ക് അവർ വരും. വരുന്ന രൂപത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു ഭാഗം വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഫജ്ർ നമസ്കാരത്തിന് പോലും സ്വഹാബ വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നബിയുടെ നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, നബിയുടെ ഇമാമത്തിന്റെ കീഴിൽ നമസ്കരിക്കാൻ വേണ്ടി അവർ സന്നിഹിതരായിരുന്നു എന്നുള്ള നേർക്ക് നേരെയുള്ള ഒരു അധ്യാപനം അവിടെ കിട്ടുന്നു. നമ്മുടെ വിഷയം അതല്ല. അവർ വരുന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ച ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് മുതലഫിആത്തിൻ ഫീ മുറൂതിഹിന്ന ثم يرجعن الى بيوتهن ما يعرفهن احد. ഒരാളും ഏത് സ്ത്രീയാണ് വന്നത് എന്ന് അറിയുകയില്ല. ആ രീതിയിൽ ഒരു ഹദീസിൽ കാണാം, ഇരുട്ട് തെളിച്ചം വെക്കുന്നതിന്റെ മുൻപേ തന്നെ പള്ളിയിൽ നിന്ന് അവർ പുറത്തിറങ്ങി പോകുന്നു. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്നോ, അവരുടെ ശരീരഭാഗങ്ങളിൽ മറക്കേണ്ട ഭാഗങ്ങൾ അവർ മറച്ചിട്ടുണ്ടാകും. മുതലഫിആത്ത്, മുഗത്തിയാത്ത്, മറക്കേണ്ട ഭാഗങ്ങൾ മറക്കുന്നതിനെ കുറിച്ച് വന്നുള്ള വാക്കുമാകുന്നു, ഒരു പ്രയോഗമാകുന്നു അത്. തലമുടിയും മാറിടവും മറക്കേണ്ട രൂപേണ മറച്ചിട്ട് അവർ പള്ളിയിലേക്ക് വരികയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ജമാഅത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാതൃകകൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും അവർക്ക് എങ്ങനെയായിരിക്കണം അതിൽ മാതൃക കാണിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് അവർ സമൂഹത്തിന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങിയാൽ അത് ഏറ്റെടുക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന രീതിയിൽ സ്ത്രീകൾ എത്ര വലിയ മാതൃകകളാണ് ഇവിടെ കാണിച്ചത്. അതീവമായ ജാഗ്രത കാണിച്ചുകൊണ്ടാണ് അവർ പ്രയത്നിച്ചിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇന്ന് ഇപ്പോ നമ്മുടെ മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ നമ്മുടെ സ്ത്രീകൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണ്? മക്കൾ കണ്ട് പഠിക്കേണ്ടത് നമ്മുടെ ഉമ്മമാരെയാണ്, നമ്മുടെ സഹോദരിമാരെയാണ്, നമ്മുടെ മക്കളെയാണ്. ഇങ്ങനെയുള്ളവരെ ഏത് രീതിയിൽ നമ്മുടെ പെൺകുട്ടികൾ വസ്ത്രധാരണത്തിന്റെ രീതിയിൽ മാതൃകയാക്കും എന്ന് ചോദിച്ചാൽ, പുരുഷന്റെ വസ്ത്രം കാണുന്നിടത്ത്, ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നിടത്ത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഉപ്പാക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ ഒരു പുരുഷനുള്ള സ്ഥാനം വളരെ വലുതാണ്. അത് പറയേണ്ടതുണ്ട്, വേറെ പറയേണ്ടതുണ്ട്. എന്നാലോ പുരുഷന്റെ വസ്ത്രമാവട്ടെ, അത് എത്രത്തോളം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുവോ അത് ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീയുടെ വസ്ത്രമോ ഞെരിയാണിക്ക് മേലെയാണ് പുരുഷൻ ധരിക്കേണ്ടത്, അല്ലെങ്കിൽ ഞെരിയാണിക്ക് താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനമെങ്കിൽ അത് സ്ത്രീയുടെ വസ്ത്രധാരണമായിട്ട് ഏറ്റെടുക്കപ്പെടുകയും എന്നിട്ട് സ്ത്രീ അങ്ങനെ അവരുടെ ചുരിദാറിന്റെ പാന്റ് അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും.
സ്വീകരിക്കുന്നു. മാത്രമല്ല പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോ ചില സംസ്ഥാനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന വസ്ത്രധാരണത്തിന് രൂപമുണ്ട്. ഒരു ഭാഗം ഇങ്ങനെ കീറിയ വസ്ത്രം, ഒരു ഭാഗം ചുരിദാറിന്റെ ഒരു ഭാഗം ഇങ്ങനെ കീറിയ മോഡൽ. ഇത് സ്ത്രീ ഏറ്റെടുക്കുന്നു. പുരുഷന്റെ വസ്ത്രധാരണമായിക്കൊണ്ട് ഉത്തരേന്ത്യൻ മോഡലുകളിലായിക്കൊണ്ട് ധരിക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനി ധരിക്കുന്ന മോഡൽ കാണാറുണ്ടാകും. ഇത് സ്ത്രീ ഏറ്റെടുക്കുന്നു ഈ രീതിയിൽ. എന്നിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്ന രീതിയിൽ ഉള്ള മാതൃകകൾ അത് നമ്മുടെ പെൺകുട്ടികൾ കാണുന്നു, നമ്മുടെ മക്കൾ കാണുന്നു. ഈ ഒരു മാതൃക പകർന്നു കൊടുക്കുക എന്നുള്ളതാണോ ഉണ്ടാകേണ്ടത്? അതല്ല. നമ്മുടെ വനിതകൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികൾ, അവരിൽ നിന്ന് ബോധമെത്തിയവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ജീവരായ ആ സ്വഹാബ വനിതകൾ കാണിച്ചു കൊടുത്ത മാതൃകകളുടെ കാര്യത്തിൽ അത് സ്വീകരിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയും ഇസ്ലാമിന്റെ അധ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്ത് അതീവ കാണിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ വിഷയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യണം. കാരണം പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ള ഒട്ടേറെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഒന്നെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ഭാഗം എന്നുള്ള നിലക്ക് മനസ്സിലാക്കാനുണ്ട്. വളരെ വലിയ ഒരു താക്കീതാണത്. കാത്തിരുന്നു കൊള്ളട്ടെ എന്നാണ് ആയത്തിന്റെ ഭാഗത്തിന്റെ അർത്ഥം. കാത്തിരുന്നു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു മുന്നറിയിപ്പിന്റെ സ്വരമുണ്ടതിന്. എന്തിന്റെ കാര്യത്തിലാ മുന്നറിയിപ്പ്? അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ജീവിത രീതിയാണോ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് എങ്കിൽ, നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ, അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ താക്കീതിന്റെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അൻ തുസീബഹും ഫിത്ന, ദുനിയാവിൽ തന്നെ ഫിത്നകൾ അനുഭവിക്കാം. ഇതിന്റെ പേരിൽ ദുനിയാവിൽ ഫിത്നകൾ ഉണ്ടാകാം. പലതരത്തിലുള്ള ഫിത്നകൾ ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൽ ഈമാനുള്ളവരായ സ്ത്രീകൾ, വിശ്വാസം പ്രഖ്യാപിച്ചവരായ സ്ത്രീകൾ, പടച്ചവനെ കുറിച്ച് ബോധ്യമുള്ളവർ, നമസ്കാരം നിർവഹിക്കുന്നവർ, അതിലൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംസ്കാരം സ്വീകരിക്കുന്നിടത്ത് റബ്ബിന്റെ കൽപ്പന വേണ്ട എന്നാണോ? അങ്ങനെ ആയിക്കൂടാ എന്നുള്ളത് നമ്മൾ ഈ ആയത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കണം. കാരണം അള്ളാഹു ഈ വിഷയത്തിൽ താക്കീതായി പറഞ്ഞിട്ടുണ്ട്, കാത്തിരുന്നു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, ഒരു ഫിത്ന അവർക്ക് വരാനുണ്ട്. ഔ, ഇനി അതല്ലെങ്കിലോ, ഫിത്ന വന്നിട്ടില്ലെങ്കിലോ, ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ അവരെ പിടിപെടാനുണ്ട്, ബാധിക്കാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ് ആ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ താക്കീതുകളൊക്കെയും കേട്ട് മനസ്സിലാക്കാനും നമ്മൾക്ക് ജീവിതബന്ധിയായ നിലക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്താനും നികത്താനും അത്തരം ആയത്തുകളെ കൊണ്ട് നമുക്ക് മനസ്സുണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ആ തരത്തിൽ വിശ്വാസപരമായ ദാർഢ്യവും ശക്തിയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഈ വിഷയം പറയുമ്പോൾ അതിലൊരുപാട് തലങ്ങളുണ്ട്. ഇപ്പൊ വിവാഹം അന്വേഷിക്കുന്ന വിഷയത്തിൽ സ്വഹാബ വനിതകളുടെ മാതൃക ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ ഉണരേണ്ട ഒരു ചരിത്രഭാഗമുണ്ട്. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണത്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ സ്വഹാബിക്ക് വിവാഹം അന്വേഷിക്കുന്ന ഒരു ചരിത്രം. അദ്ദേഹം കാണാനൊന്നും അത്ര ഭംഗിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സത്യവിശ്വാസത്തിന്റെയും ഈമാനിന്റെയും ശക്തി വല്ലാത്തതായിരുന്നു. ജീവിത രീതിയിൽ സ്വഭാവം കൊണ്ട് വളരെ തൃപ്തിപ്പെട്ടൊരു മനുഷ്യനായിരുന്നു.
ദീനും ഖുലുക്കും രണ്ടാമതൊരു അഭിപ്രായം പറയാനില്ലാത്തവണ്ണം പ്രവാചകനെ സ്നേഹിച്ച, പ്രവാചകനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം. ആ മഹാനായ വ്യക്തിത്വത്തിന്റെ ഒരു വലിയ ചരിത്രമുണ്ട്, രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം വായിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ സ്വഹാബിക്ക് പെണ്ണന്വേഷിക്കുന്ന, വിവാഹം അന്വേഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു മെസ്സഞ്ചറെ, ഒരു ദൂതനെ ജുലൈബി, ഒരു പെൺകുട്ടിയുടെ, അൻസാരി വനിതയുടെ, അൻസാരി പെൺകുട്ടിയുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും അടുക്കലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ രണ്ടുപേരുടെയും പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമോ, ജുലൈബീബിന് കല്യാണം കഴിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ് വിവരം അറിയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വിവരം അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞയച്ച ആൾ ആ വീട്ടിലേക്കെത്തി റസൂലുള്ളാഹിന്റെ ദൂതുമായിട്ടാണ് വന്നത്. വിഷയം ഇന്നതാണ്, നിങ്ങളുടെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്, കഴിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ആർക്കാണ്? വേറെ ആർക്കുമല്ല, അത് റസൂലുള്ളാഹിക്കാണ് എന്നുള്ള നിലക്കുള്ള ഒരു അങ്ങനെയൊക്കെ സംസാരിച്ച ചരിത്രത്തിന്റെ ഭാഗമുണ്ട്. അപ്പൊ തൃപ്തിയോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പൊ പറയുന്നുണ്ട്, എനിക്കല്ല, റസൂലുള്ളാഹിക്കല്ല, റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ആരാണത്? അതിന്റെ സ്വഹാബിയാണ്. ആ സ്വഹാബിക്ക് എന്ന് കേട്ടതോടുകൂടി പ്രകൃതം മുന്നിൽ വന്നു. കാരണം കാണാനൊന്നും അത്ര ഭംഗിയില്ല എന്നുള്ള നിലക്ക്. അപ്പൊ അങ്ങനെ മുന്നോട്ട് വന്നപ്പോ അത് വേണ്ട എന്നുള്ള അഭിപ്രായം ഉമ്മയും ഉപ്പയും, പ്രത്യേകിച്ച് ഉമ്മ, ആ പെൺകുട്ടിയുടെ ഉമ്മ മുന്നോട്ട് വെച്ചു. അത് വേണ്ട, ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്നുള്ള നിലക്ക്. അപ്പൊ ആ കുടുംബത്തിൽ ഉമ്മാക്കത് സ്വീകാര്യമല്ല എന്നുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കണമല്ലോ. അറിയിക്കാൻ വേണ്ടി പോവാണ്. ഈ സംസാരം ഈ പെൺകുട്ടി കേൾക്കുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുള്ള ആ പെൺകുട്ടി കേൾക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് കുട്ടി ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട്, നിങ്ങൾ ഉമ്മ പറഞ്ഞ വിഷയം നബിയെ കേൾപ്പിക്കാൻ വേണ്ടി, നബിയിലേക്ക് എത്തിക്കാൻ വേണ്ടി തിരിച്ചു പോകുകയാണോ? ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോ അതെ എന്നുള്ള ഉത്തരം പറയുമ്പോ, എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, ആ കൽപ്പനകൾക്ക് ഉമ്മന്റെ അടുക്കലേക്ക് ഞാൻ പറയണത്, ഉമ്മ, നിങ്ങൾ ഉദ്ദേശിക്കണത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ഞങ്ങൾക്ക് സമ്മതമില്ല എന്നുള്ള ഒരു മറുപടി, ഈ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, ഈ കാര്യം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് സമ്മതമില്ല എന്നുള്ളൊരു മറുപടി റസൂലുള്ളാഹിയിലേക്ക് എത്തിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതോടുകൂടി ഉമ്മാന്റെ മനസ്സ് മാറുന്നു. ആ പെൺകുട്ടിയുടെ അന്നേരത്തെ മാനസികാവസ്ഥ ആലോചിക്കുക. ഇത് കേട്ടതോടുകൂടി, പെൺകുട്ടിക്ക് ഇത് സമ്മതമാണെന്ന് കേട്ടതോടുകൂടി ഉമ്മ ഉടനെ തന്നെ മനസ്സ് മാറ്റിയെടുക്കുന്നതിന്റെ ഒരു വല്ലാത്ത ഈമാനികമായ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇതൊക്കെയായിരുന്നു മുൻഗാമികൾ എന്നർത്ഥം. അങ്ങനെയുള്ള മുൻഗാമികളാണ് നമുക്കുള്ള മാതൃക. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇസ്തജീബൂ ലിറബ്ബിക്കും, നമ്മുടെ റബ്ബിന്, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഉത്തരം നൽകണം. നിങ്ങൾ റബ്ബിന് ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്വീകരിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അങ്ങനെ സ്വീകരിക്കേണ്ട മാതൃക ഒരുപാടുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട, മാനസികമായി ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെയാണ് ഇണയായി സ്വീകരിക്കേണ്ടത്. ഈ വിഷയത്തിൽ അവരുടെ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ഭാവം പറഞ്ഞു എന്നേയുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നും മനസ്സിലാക്കേണ്ടതില്ല. എന്നാലോ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കൃത്യമായ അധ്യാപനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളോട് എതിര് പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു ജീവിത രീതി നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഒരാൾക്കുണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക്, ഉത്തരവിന് ഉത്തരം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാകും നമ്മൾ. ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ല. നമുക്കാർക്കും തടുക്കാൻ കഴിയാത്തൊരു ദിവസം വരാനുണ്ട്. ഒരാൾക്കും നിരാകരിക്കാൻ കഴിയാത്ത ദിവസം വരാനുണ്ട്. നിങ്ങൾക്ക് റദ്ദ് ചെയ്യാൻ കഴിയാത്ത ദിവസം വരാനുണ്ട്. അത് വരുന്നതിന്റെ മുൻപ് ഉത്തരം നൽകിക്കോളൂ റബ്ബിന്റെ കൽപ്പനകൾക്ക്. അതിന് എതിരെ പ്രവർത്തിക്കുന്നിടത്താണ് ഈ ആയത്ത് ബാധകമാകുന്നത്. അതുകൊണ്ട് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ജീവിത രീതി ഇവിടെ ഉണ്ടോ, നമ്മളിലുണ്ടോ? നമ്മൾ ജാഗ്രത കാണിക്കണം. റബ്ബിന്റെ കൽപ്പനകളെതിരെ പ്രവർത്തിക്കാൻ നമുക്കാകില്ല, പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. മിനല്ലാഹി മാലക്കും മിൻ മൽജ. പിന്നെ ആ വാഗ്ദത്ത സമയവും ദിവസവും എത്തുമ്പോ നമുക്കാർക്കും വേറെ ഒരു അഭയ കേന്ദ്രമില്ല തന്നെ. മാലക്കും മിൻ മൽജഇൻ യൗമഇദിൻ. അന്നത്തെ ദിവസം വേറൊരു അഭയസ്ഥാനം നമുക്ക് രക്ഷപ്പെടാനുണ്ടാവില്ല. വമാലക്കും മിൻ നക്കീർ. അല്ലാഹു ചോദിക്കും,
ചോദിക്കുമ്പോ തള്ളിക്കളയാനോ നിഷേധിക്കാനോ നമുക്ക് കഴിയില്ല. നീ എന്തേ അങ്ങനെ വസ്ത്രം ധരിച്ചു എന്ന് ചോദിക്കുമ്പോ, നിന്റെ നിലപാടെന്തേ അങ്ങനെയായി എന്ന് ചോദിക്കുമ്പോ നമുക്ക് ഒന്നും തള്ളിപ്പറയാൻ കഴിയില്ല, നിരാകരിക്കാൻ കഴിയില്ല. ഇത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ശൂറായിലെ 47-ാമത്തെ ആയത്ത് ആമുഖമായി കേൾപ്പിച്ചതിന്റെ അർത്ഥമാണ് ഒരു നിലക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ആയത്തുകളുടെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടായിട്ട് ജീവിത രീതി മറ്റൊന്നും, നമ്മൾക്ക് ഈമാനുള്ളവരാണെന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത് എന്തു വലിയ നിഫാഖാണ് എന്നുള്ളത് ഏതൊരു വിഷയത്തിലും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഫാഖില്ലാത്ത ഒരു ജീവിതം, റബ്ബ് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം, റബ്ബിന്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ്, ഈമാനികമായ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുമാറാവട്ടെ. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ സ്വർഗത്തിലേക്ക് എത്താൻ ഉപയുക്തമായ രീതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ, സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. കുടുംബത്തോടൊപ്പം സ്വർഗം പുൽകാനുള്ള മഹത്തായ തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ.